ഇനി നമുക്ക് ഇൻ്റഗ്രൽ വരുന്ന പോലത്തെ പ്രോബ്ലംസ് ആണ്. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് സപ്പോസ് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് എങ്കിൽ 1/s ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് കാണാനായ അതൊന്ന് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഡി ടോ എന്നുള്ള ഫോമുലയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണാനായിട്ട് അതിൻ്റെ അതൊന്ന് എസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു ഫംഗ്ഷനാണ് എങ്കിൽ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് എങ്കിൽ അത് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഡി ടോ എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് L inverse of 1/s into s square plus omega square. Find L inverse of 1/s into s square plus omega square. അപ്പം നമുക്ക് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ഫോമിലിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് 1/s square plus omega square ആദ്യം കാണാം. 1/s square plus omega square വരുമ്പോൾ നമുക്ക് സാധാരണ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1/s square plus omega square ആകുമ്പോൾ നമുക്ക് ഒമേഗ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കതിനെ ഒരു ഒമേഗ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ അത് എൽ ഇൻവേഴ്സ് ഓഫ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. ഒരു ഒമേഗ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പം ഇതെന്ന് പറയുന്നത് ഇതായിട്ട് മാറും. ദിസ് ഈസ് ഈക്വൽ ടു 1/omega into L inverse of omega by s square plus omega square എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടിയുടെ. അപ്പം അത് സൈൻ ഒമേഗ ടി, കാരണം സൈൻ ഓഫ് ഒമേഗ ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു 1/omega സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. Therefore ഇന്റഗ്രൽ 0 to t നമുക്ക് ഫോമുല അറിയാം. ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ, ടോയ്ക്ക് പകരം യു എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. എഫ് ഓഫ് ടോ ഡി ടോ ഇസ് ഈക്വൽ ടു 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. അപ്പം നമുക്ക് ഇവിടെ എഫ് ഓഫ് എസിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ളത് 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. 1/s സ്ക്വയർ ഹിയർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അത് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എഴുതി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് 1/sന്റെ കൂടെ വരുന്നതിനെയാണ് നമ്മൾ 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അതാണ് എഫ് ഓഫ് എസ് വരുന്നത്. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ഇൻവേഴ്സിനെയാണ് നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നത്. ഹിയർ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1/omega സൈൻ ഒമേഗ ടി. എൽ ഇൻവേഴ്സ് ഓഫ് ദിസിനെയാണ് നമ്മൾ എഫ് ഓഫ് ടി ആയിട്ട് വിളിക്കുന്നത്. എഫ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിനെയാണ് നമ്മൾ എഫ് ഓഫ് ടി, സ്മോൾ എഫ് ഓഫ് ടി എന്ന് കൊടുക്കുന്നത്. Therefore ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഡി ടോ എന്ന് പറയുന്ന 1/omega സൈൻ ഒമേഗ ടോ ഡി ടോ ഇസ് ഈക്വൽ ടു 1/s ഇൻറ്റു ഇസ് ഈക്വൽ ടു നമുക്ക് എൽ ഇൻവേഴ്സ് ആ ഫോമുല ഞാൻ എഴുതിയപ്പോൾ എൽ ഇൻവേഴ്സ് വിട്ടു പോയതാണ്. ഹിയർ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഞാൻ എഴുതിയപ്പം മാറിപ്പോയതാണ്. ഇന്റഗ്രൽ 0 to എന്ന് പറയുമ്പോൾ എൽ ഇൻവേഴ്സ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. Therefore നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതാണ് ഇന്റഗ്രൽ 0 to t 1/omega കോൺസ്റ്റന്റ് ആണ്. സൈൻ്റേത് മൈനസ് കോസ് ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ ടോ വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഒമേഗ ടോ ഡിവൈഡ് ബൈ ഒമേഗ ഫ്രം 0 to t ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പം 1/omega സ്ക്വയർ മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് കോസ് 0, ഈ ഒമേഗ പുറത്ത് 1/omega സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s into s square plus omega square.
implies L inverse of 1 by s into s square plus omega square is equal to cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്കതിനെ 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതാലോ. 1 മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ആണ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് ഇൻവേഴ്സ് കാണുമ്പോൾ ഒരു എസ് എക്സ്ട്രാ കിടപ്പുണ്ട്, 1/s ഫോമിൽ കിടപ്പുണ്ട് എങ്കിൽ ആ 1/s മാറ്റിയിട്ടുള്ളതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നെക്സ്റ്റ് വൺ, ഫൈൻഡ് L inverse of 1/s square plus omega square. നമുക്ക് L ഇൻവേഴ്സ് ഓഫ് 1/s square പ്ലസ് ഒമേഗ സ്ക്വയറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ അത് L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എഴുതാലോ. അപ്പം ഈ 1/s കഴിഞ്ഞ് മിച്ചമുള്ളതിന് നമ്മൾ ക്യാപിറ്റൽ f(s) എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. അപ്പം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആദ്യം ചെയ്യണം. ഇത് ഓൾറെഡി ഇപ്പോൾ ചെയ്തതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പം എക്സാമിനാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അത് 1 മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ സ്ക്വയർ ആണെന്നുള്ളത് ആദ്യം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore, L inverse of 1/s square into s square plus omega square is equal to L inverse of 1/s into ഇത് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്തതാണ്. ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് ഇൻ്റഗ്രൽ 0 to t, ഈ ഇൻ്റഗ്രലാണ് വരുന്നത്. 1 മൈനസ് കോസ് ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഡി ടോ എന്ന് വരും. ഇതാണ് നമുക്ക് വാല്യൂ വരുന്നത്. നമ്മൾ യൂസ് ചെയ്ത ഇതാണ്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ f(s) ആയിട്ട് ഇത്രയും പോർഷനെ എടുത്തു. അപ്പം f(s)ൻ്റെ ഇതാണ് f(t) ആയിട്ട് വരുന്നത്. f(s)ന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ സ്ക്വയർ. അപ്പം നമുക്ക് L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to t 1 മൈനസ് കോസ് ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഡി ടു. പിന്നെ നമുക്ക് 1/ω² പുറത്തെടുക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 1/ω² പുറത്തെടുത്താൽ ആദ്യത്തെ ടേം 1 ആകുമ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ടോ മൈനസ് കോസ് ഒമേഗയുടേത് സൈൻ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ, റേഞ്ച് 0 to t. ദിസ് ഈസ് ഈക്വൽ ടു 1/ω² ഇൻറ്റു, ഇനി നമ്മൾ റേഞ്ച് ടി കൊടുക്കുമ്പോൾ t മൈനസ് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ, റേഞ്ച് 0 കൊടുക്കുമ്പോൾ -0 പ്ലസ് സൈൻ 0 ബൈ ഒമേഗ എന്ന് വരും. സൈൻ 0യും 0യാണ്. അപ്പോൾ 1/ω² ടി മൈനസ് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പം നമ്മൾ ആ എസ് ഉള്ള ടേം വരുമ്പോൾ 1/s ഫോമിൽ വരുവാണെങ്കിൽ ആ എസ് 1/s മാറ്റിയിട്ടുള്ള, ഇവിടെ നമ്മളതാ ചെയ്തത് 1/s² ആണ്. അതിലെ ആ 1/s മാറ്റിയിട്ടുള്ള ടേം 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ അതിനെ നമ്മൾ പിന്നെയും ആ ഫോർമുല വെച്ചിട്ട് 1/s ഇൻറ്റു 1/s² പ്ലസ് ഒമേഗ സ്ക്വയർ ഇപ്പോൾ ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഇത് ആക്ച്വലി പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. എന്നിട്ട് 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ആദ്യം ഈ ഫോർമുല ഇത് ചെയ്തതുപോലെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ അത് ഇതാണെന്ന് കിട്ടി. Therefore, ഇതിൻ്റെ ഫോർമുല ഇതാണ് എന്നും പറഞ്ഞ് നമ്മൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, L inverse of s plus 1 divided by s square into s square plus 1 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ ഇതിനെ a/s b/s² പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 1 ആയതുകൊണ്ട് CS പ്ലസ് D ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആ രീതിയിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ എസിൻ്റെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് L ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എടുക്കാമല്ലോ. അപ്പം
അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു 1/s ഇൻറ്റു ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് LS1 അല്ല S+1 ആണേ. നമ്മൾ 1/s ടേം മാത്രം പുറത്തെടുത്ത 1/s ഇൻറ്റു S+1/s ഇൻറ്റു S²+1. ഇനി നമുക്ക് L ഇൻവേഴ്സ് ഓഫ് S+1/S²+1 ഒന്ന് ചെയ്യാം. L ഇൻവേഴ്സ് ഓഫ് S+1/S²+1 നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? L ഇൻവേഴ്സ് ഓഫ് S/S²+1 പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/S²+1 സ്പ്ലിറ്റ് ചെയ്യാലോ. നമുക്ക് L ഇൻവേഴ്സ് ഓഫ് ഇതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ എസ് ടൈം ഇവിടെ കളഞ്ഞിട്ട് എസ് ടൈം ഇല്ലാതെ നമ്മളിപ്പോൾ തക്കാലം കണ്ടുപിടിക്കുവാണ്. S+1/S²+1 എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. S/S²+1 പ്ലസ് 1/S²+1. L ഇൻവേഴ്സ് ഓഫ് S/S²+1 എന്ന് പറയുന്നത് കോസ്, അത് കോസ് ടി, ഇത് സൈൻ ടി. അപ്പോൾ ഇത് നമുക്ക് കോസ് ടി പ്ലസ് സൈൻ ടി എന്ന് കിട്ടി. Therefore നമുക്ക് ഫോർമുല ഇന്റഗ്രൽ 0 to t f of τ d τ is equal to L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു f of s. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ f of s നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച f of s എന്ന് പറയുന്നത് എന്താ? S+1 ഡിവൈഡഡ് ബൈ S²+1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് നമ്മൾ f of s ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇതിനെ നമ്മൾ f of s ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ f of t ആയിട്ട് വരുന്നത്. f of t എന്ന് പറഞ്ഞാൽ കോസ് ടി പ്ലസ് സൈൻ ടി ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to t കോസ് τ പ്ലസ് സൈൻ τ d τ, കോസ് τ പ്ലസ് സൈൻ τ d τ ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു S+1 ഡിവൈഡഡ് ബൈ S²+1. അപ്പോൾ നമ്മൾ ഇതിൻ്റെയാണ് S+1/s ഇൻറ്റു S²+1 ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കോസ് τ നമുക്ക് ഇൻ്റഗ്രേറ്റ്, അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1/s+1 S²+1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t കോസ് τ, കോസിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ പ്ലസ് സൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഫ്രം 0 to t എന്ന് കിട്ടും. അപ്പോൾ സൈൻ ടി മൈനസ് കോസ് ടി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം സൈൻ 0 മൈനസ് കോസ് 0, സൈൻ ടി മൈനസ് കോസ് ടി മൈനസ് സൈൻ 0 0 പ്ലസ് കോസ് 0 1. അപ്പം അത് സൈൻ ടി മൈനസ് കോസ് ടി പ്ലസ് 1 കിട്ടി. അപ്പം ഇതിനെ നമ്മൾ F1 ഓഫ് എസ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചാൽ മതി. ഈ ഫംഗ്ഷൻ നമ്മൾ F1 ഓഫ് എസ് എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്മോൾ f1 ഓഫ് ടി. അപ്പം ഇത് നമുക്ക് സ്മോൾ f1 ഓഫ് ടി കിട്ടും. Therefore L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു S+1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു S²+1 ഈസ് ഈക്വൽ ടു, നമുക്ക് റേഞ്ച് നമ്മൾ ഇത് 1/s ഇൻറ്റു ഇത് നമ്മുടെ F1 ഓഫ് എസ് ആണ്. 1/s ഇൻറ്റു F1 ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t സ്മോൾ f1 ഓഫ് τ d τ വരും. അപ്പോൾ അത് സൈൻ τ മൈനസ് കോസ് τ പ്ലസ് 1 d τ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സൈൻ മൈനസ് കോസ് τ മൈനസ് സൈൻ τ പ്ലസ് τ ഫ്രം 0 to t എന്ന് വരും, which is equal to minus cos t minus sin t plus t plus cos 0 plus sin 0 plus minus 0 എന്ന് വരും. അപ്പം മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി പ്ലസ് ടി കോസ് 0 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് ടി മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി. ഇതാണ് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പിലാണ് ചെയ്യുന്നതെന്നുള്ളത് 1/s². അപ്പം ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനോട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് a/s b/s², cs പ്ലസ് d ഡിവൈഡഡ് ബൈ S²+1 ഫോമേ വേണമെങ്കിൽ ചെയ്യാം.
ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ 1/s ഉള്ള മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ 1/s² ആദ്യം 1/s ഇൻറ്റു എസ് പ്ലസ് 1/s ഇൻറ്റു s²+1 ഫോമിൽ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി s+1/s²+1 ആദ്യം ചെയ്യുമ്പോൾ നമുക്കത് cos t + sin t എന്ന് കിട്ടി. അപ്പോൾ 1/s ഇൻറ്റു f(s)ൻ്റെ ഇൻ്റഗ്രൽ 0 to t ഈ ഫംഗ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു. അപ്പം നമുക്ക് L ഇൻവേഴ്സ് ഓഫ് ഇത് കിട്ടി. ഇനി L ഇൻവേഴ്സ് ഓഫ് s+1/s ഇൻറ്റു s²+1 എന്ന് പറയുന്നത് ഇതാണ് കിട്ടി. അപ്പോൾ 1/s ഇൻറ്റു s+1/s ഇൻറ്റു s²+1 ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സിൻ്റെ 0 to t ചെയ്താൽ മതി. അതാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് s² ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ. L ഇൻവേഴ്സ് ഓഫ് ദിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് s² ഡിവൈഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കതിനെ s² പ്ലസ് ω² മൈനസ് ω² അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ദിസ് വിൽ ബി s² ഡിവൈഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ ചെയ്താലോ? നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ് ചെയ്തത്. s² ഡിവൈഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ ഉള്ളത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ω² പ്ലസ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ s² പ്ലസ് ω² ഡിവൈഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ മൈനസ് ω² ഡിവൈഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ which is equal to 1 divided by s² plus ω² minus ω² divided by s² plus ω² the whole square. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ നോക്കാം. L ഇൻവേഴ്സ് ഓഫ് s² divided by s² plus ω² the whole square is equal to L inverse of 1 by s² plus ω² minus L inverse of ω² ഡിവൈഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ. രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് L ഇൻവേഴ്സ് ഓഫ് 1 ബൈ s² പ്ലസ് ω² എന്ന് പറയുന്നത് 1 ബൈ ω L ഇൻവേഴ്സ് ഓഫ് ω ബൈ s² പ്ലസ് ω². ഇതെന്ന് പറഞ്ഞാൽ സൈൻ ω t. അപ്പം സൈൻ ω t ഡിവൈഡഡ് ബൈ ω എന്ന്. ഇനി നമുക്ക് L ഇൻവേഴ്സ് ഓഫ് ω² ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ s² മൈനസ് ω² ആണെങ്കിൽ അത് t കോസിൻ്റെ ആയിരുന്നു. പക്ഷെ അവിടെ അപ്പോൾ അത് s² കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു 1/s വെച്ച് വേണേൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ഇതിനെ ഒരു 2ωs ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഒരു ω പുറത്തെടുത്തു. എന്നിട്ട് 2s വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് L ഇൻവേഴ്സ് ഓഫ് 2ωs ഡിവൈഡഡ് ബൈ s² പ്ലസ് ω². L ഇൻവേഴ്സ് ഓഫ് അതെങ്ങനെയുണ്ട്? L ഇൻവേഴ്സ് ഓഫ് ω/2s ഇൻറ്റു 2ωs ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² ചെയ്താലോ? ഈ സെയിം സാധനം തന്നെ നമ്മളൊരു 2s വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഒരു ω സ്പ്ലിറ്റ് ചെയ്തു. അപ്പം 2s വെച്ചിട്ട് ഇത് ω ഇൻറ്റു ω-യാണ്. 2s വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ωs ഇവിടെ 2s വരും. ഇനി അത് ω/2 നമുക്ക് പുറത്തെടുത്താൽ L ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു 2ωs ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² എന്ന് വരും. ഇനി L ഇൻവേഴ്സ് ഓഫ് 2ωs ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² എന്ന് പറയുന്നത് t സൈൻ ω/tയുടെ ഫോർമുല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫോർമുലയാണ്, ഓൾറെഡി ചെയ്തതാണ്. L ഇൻവേഴ്സ് ഓഫ് 2ωs ഡിവൈഡഡ് ബൈ s² പ്ലസ് ω² ദ ഹോൾ സ്ക്വയർ. ω² ദ ഹോൾ സ്ക്വയർ. ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ടായിരുന്നു, ഇവിടെയും സ്ക്വയർ ഉണ്ട്. ഈസ് ഈക്വൽ ടു t സൈൻ ω/tയുടെ ഫോർമുലയാണ്. അത് t സൈൻ ω/tയുടെ ഫോർമുലയാണ്. Therefore 1/s into L inverse of 1/s into
2 omega s divided by s square plus omega square the whole square is equal to integral 0 to t. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എടുത്തുവാണെങ്കിൽ ഇവിടെ സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സൈൻ ഒമേഗ ടി. അപ്പം നമുക്ക് അതിനെ ടോ സൈൻ ഒമേഗ ടോ ഡി ടോ എന്നെടുക്കാം. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ ഫ്രം 0 to t മൈനസ് ഇന്റഗ്രൽ 0 to t ഡെറിവേറ്റീവ് ഓഫ് ടോ 1 ആണ് ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ടോ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടി കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ടോയ്ക്ക് 0 കൊടുക്കുമ്പോൾ 0 ആകുന്നത് സെക്കൻഡ് ടേം 0 ആയിരിക്കും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പ്ലസ് 1 ബൈ ഒമേഗ ഇന്റഗ്രൽ ഓഫ് കോസ് ചെയ്യുമ്പം സൈൻ ഒമേഗ ടോ ഡിവൈഡഡ് ബൈ ഒമേഗ ഫ്രം 0 to t which is equal to minus t cos omega t by omega plus 1 by omega square sin omega t minus sin 0. Sin 0 ആണ്. So this is equal to minus t cos omega t by omega plus sin omega t by omega square എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ നമ്മൾ 1 ആയിട്ട് എടുക്കുക, ഇതിനെ 2 ആയിട്ട് എടുക്കുക. അപ്പോൾ 1ൻ്റെ അകത്തെ ഫസ്റ്റ് പാർട്ടാണ് ഈ 2. അതിൻ്റെ അകത്തെ ഇനി 3 ആയിട്ട് നമുക്ക് 3 നമ്മൾ എഴുതാൻ പോകുന്നേ ഉള്ളൂ. എൽ ഇൻവേഴ്സ് ഓഫ് ഒമേഗ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ, അത് നമ്മൾ എഴുതാൻ പോകുന്നേ ഉള്ളൂ. എൽ ഇൻവേഴ്സ് ഓഫ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമുക്ക് അത് ഇതിനെ വേണം 3 എന്ന് വിളിക്കുവാണെങ്കിൽ ഫ്രം 3 ഇതെന്ന് പറയുന്നത് എന്താ, ഒമേഗ ബൈ 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് ഇൻറ്റു 2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇത് ഫ്രം 3 ആണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. 3യിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണിത്. ഇനി 4ൽ നിന്ന് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ബൈ 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എന്ന് പറയുന്നത് മൈനസ് ടി കോസ് ഒമേഗ ടി ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ സ്ക്വയർ. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം മൈനസ് ടി കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 പ്ലസ് സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരികയല്ലേ. നമ്മൾ ഒമേഗ വെച്ചിട്ട് ഒമേഗ ബൈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒമേഗയും കൂടെ പോകും. അപ്പം മൈനസ് ടി കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമ്മൾ ചെയ്യുമ്പം ഒമേഗ സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഒമേഗ സ്ക്വയർ. ഒരു ഒമേഗ പോയി കഴിയുമ്പോൾ സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് വരും. നമ്മൾ അതിനെ എൽ സി എടുത്ത് ഇങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് മൈനസ് ഒമേഗ ടി കോസ് ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ. ഇതിനെ 4 എന്ന് വിളിക്കുക. ഇനി നമുക്ക് 1ഉം 2ഉം 4ഉം കൂടെ എടുത്താൽ മതി. ഫ്രം 1, 2 ആൻഡ് 4, 1ഉം 2ഉം 4ഉം കൂടെ എടുക്കുവാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ്, നമ്മൾ തുടങ്ങിയെടുത്ത് തുടങ്ങും, എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് അതെന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ബൈ ഒമേഗ മൈനസ് ഫോർത്ത് വൺ വരും മൈനസ് സൈൻ ഒമേഗ ടി മൈനസ് ഒമേഗ ടി കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗയാണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ മൈനസ് സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ 2 ഒമേഗ പ്ലസ് ഒമേഗ ടി കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ. ഇവിടെ നമുക്ക് 2 ഇതോടെ സൈൻ ഒമേഗ ടി ബൈ ഒമേഗ ഇതും കൂടെ എൽ സി എടുക്കുമ്പോൾ 2 സൈൻ ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ ഇത് സൈൻ ഒമേഗ ടി ആണ്. ഒമേഗ ടി കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 ഒമേഗ. മൊത്തം എൽ സി 2 ഒമേഗ എടുത്തു. അപ്പോൾ ഇവിടെ 2 സൈൻ ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി അത് രണ്ടും കൂടെ എടുക്കുമ്പോൾ സൈൻ ഒമേഗ ടി ഉള്ളൂ പ്ലസ് ഒമേഗ ടി കോസ് ഒമേഗ ടി ഹോൾ ഡിവൈഡഡ് ബൈ 2 ഒമേഗ എന്ന് കിട്ടും.
Next question. Find L inverse of 4 divided by s cube minus 2s square. നമുക്ക് 4 by s cube minus 2s square 4 by s square കോമൺ എടുത്താൽ s minus 2 എന്ന് എടുക്കാമല്ലോ. അപ്പം L inverse of 1 by s minus 2 1 by s minus 2 എന്ന് പറയുന്നത് e raised to 2t ആണ്. അപ്പം L inverse of 1 by s into s minus 2 എന്ന് പറയുന്ന ഇൻ്റഗ്രൽ 0 to t e raised to 2 to d to അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഫോർമുല അനുസരിച്ച് 1 by s minus 2 ഇതാണ് എങ്കിൽ 1 by s into s minus 2 എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രൽ 0 to 2 ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ e raised to 2 ടോടേത് e raised to 2 to divided by 2 from integral 0 to t. അപ്പം e raised to 2t minus e raised to 0 എന്ന് പറയുന്നത് 1 ആണ്, ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പം L ഇൻവേഴ്സ് ഓഫ് 1 by s ഇൻറ്റു ഇതാണെങ്കിൽ L ഇൻവേഴ്സ് ഓഫ് 1 by s ഇൻറ്റു 1 by s ഇൻറ്റു s മൈനസ് 2. അപ്പം നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ഇതാണെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റേതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to t. ഈ ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. e raised to 2 to minus 1 by 2 d to എന്ന് വരും. 1 by s ഇൻറ്റു എസ് മൈനസ് 2ൻ്റെ ഇൻവേഴ്സ് ഇതായതുകൊണ്ട് 1 by s ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ 1 by 2 നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്താൽ 1 by 2 e raised to 2 to എന്ന് പറയുമ്പം e raised to 2 to by 2 മൈനസ് 1ൻ്റേത് to വരും. റേഞ്ച് 0 to t. അപ്പോൾ 1 by 2 e raised to 2t by 2 minus t minus e raised to 0 by 2 minus 0 എന്ന് വരും. അപ്പം 1 by 2 e raised to 2t minus 1 e raised to 0 എന്ന് പറയുന്നത് 1 ആണ്, by 2 minus t എന്ന് വരും. നമുക്ക് LCM എടുക്കുവാണെങ്കിൽ e raised to 2t minus 1 minus 2t divided by 4 എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? L ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ ഇൻറ്റു s മൈനസ് 2 is equal to e raised to 2t minus 1 minus 2t by 4 ആണ്. അപ്പം നമുക്ക് അത്ര നമുക്ക് കിട്ടി. Therefore L inverse of 4 divided by s square into s minus 2 is equal to 4 into L inverse of 1 by s square into s minus 2. 1 by s square into s minus 2ൻ്റെതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 4 into e raised to 2t minus 1 minus 2t by 4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ e raised to 2t minus 1 minus 2t എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. L inverse of 1 by s raised to 5 plus s cube. നമുക്ക് 1 by s raised to 5 plus s ക്യൂബിനെ 1 by x cube s സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാമല്ലോ അല്ലേ. എസ് ക്യൂബിനെ നമുക്ക് 1 by എസ് ക്യൂബിനെ എസ് ക്യൂബ് പുറത്തെടുത്താൽ എസ് സ്ക്വയർ പ്ലസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by s ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എടുക്കാം. ഇനി സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിന് ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 by s ഇൻറ്റു 1 by s ഇൻറ്റു 1 by s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് L ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ പ്ലസ് 1 എന്താണെന്ന് നോക്കാം. L ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ ആയതുകൊണ്ട് അത് സൈൻ ടി ആണ്. L ഇൻവേഴ്സ് ഓഫ് 1 by s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to t സൈൻ ടോ ഡി ടോ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ്റെത് മൈനസ് കോസ് ടോ ഫ്രം 0 to t. അപ്പം അത് മൈനസ് കോസ് ടി പ്ലസ് കോസ് 0 1 മൈനസ് കോസ് ടി എന്ന് വരും. Therefore
L inverse of 1 by s into 1 by s into s square plus 1. ഇവിടെ നമുക്ക് 1 by s into s square plus 1 അറിയാം. അത് 1 minus cos t. അപ്പോൾ ഇന്റഗ്രൽ 0 to t 1 minus cos t d t എന്ന് വരും. അപ്പം t minus sin t from 0 to t. അപ്പം t minus sin t minus 0 minus sin 0. sin 0 0 അപ്പോൾ അത് t minus sin t എന്ന് കിട്ടി. അപ്പോൾ അത് 1 by അപ്പോൾ നമുക്ക് എന്തിൻ്റെ കിട്ടിയേക്കുന്നത്? അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്ക് t മൈനസ് സൈൻ ടി എന്ന് കിട്ടി. അത് t മൈനസ് സൈൻ ടി ആണ്. നമുക്ക് വേണ്ടത് എന്താ? 1 by s സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 കൂടെ ഒരു എസ്സും കൂടെ വേണം. Therefore L ഇൻവേഴ്സ് ഓഫ് 1 by s into s square into s square plus 1 is equal to integral 0 to t tau minus sin tau d2. Tau square by 2 minus sin plus cos tau from 0 to t. From t square by 2 plus cos t minus 0 by 2 minus cos 0. From t square by 2 plus cos t minus 1 by. അത് നമുക്ക് അതിൻ്റെ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കാം. Therefore L inverse of 1 by s raised to 5 plus x raised to 3 is equal to L inverse of 1 by s into s square into s square plus 1, which is equal to t square by 2 plus cos t minus 1.